ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട യൂണിക്കോൺ വണ്ടി നമ്മൾ വർക്കിന് ഇട്ടിട്ടുണ്ട്. നിലവിൽ നമുക്ക് കിലോമീറ്റർ ഇപ്പോൾ മീറ്ററിനകത്ത് കാണുന്ന 4306 കിലോമീറ്ററാണ് കേട്ടോ. പുതിയ മീറ്റർ വെച്ചേക്കണതാണ്. നമുക്കതിനകത്ത് പറഞ്ഞിരിക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ജനറലായിട്ട് സർവീസ് ചെയ്യണം, സെൽഫ് ചെക്കപ്പ്, സെൽഫ് വർക്ക് ചെയ്യുള്ള, എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്. പിന്നെ വാട്ടർ സർവീസ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. സെൽഫ് മോട്ടറിൻ്റെ കംപ്ലൈൻ്റ് ആണ് സെൽഫ് എടുക്കാത്തതിൻ്റെ കാരണം. എൻജിൻ ഓയിൽ നമ്മൾ നോക്കി, ഒരല്പം ലെവൽ നമുക്ക് ടോപ്പ് ചെയ്യാനുണ്ട്. ഓയിൽ നല്ല ഓയിലാണ് കേട്ടോ. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് കമ്പനി ലൈനർ കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ്, പുതിയ ലൈനറാണ്. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ബാക്ക് വീലിൻ്റെ ബെയറിംഗ് ചെക്ക് ചെയ്ത് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. സസ്പെൻഷൻ ബെയറിങ്ങിന് ചെറിയ പൊടിക്കൊരു പ്ലേ തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ചെയിനൊക്കെ ചെറിയ ലൂസ് ഉണ്ട്, അത് നമുക്കൊന്ന് ടൈറ്റ് ചെയ്തിടാം. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. കമ്പനി ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ് നമുക്ക് നമുക്ക് കിടക്കണം കേട്ടോ. അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, തുടച്ച് ക്ലീൻ ചെയ്താൽ മതി. പക്ഷേ നമുക്ക് മാറ്റേണ്ട ടൈം ആയിട്ടൊന്നുമില്ല. ബാറ്ററി എക്സൈഡിൻ്റെ ബാറ്ററിയാണ് ഇരിക്കണേ. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി 12.85 വരെ കാണിക്കുന്നുണ്ട്. ലോഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് 9.5 വരെ ഉണ്ട്. നിലവിലെ ബാറ്ററിയുടെ ഭാഗത്ത് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ചെയിനൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്തിടാണ്ട് ഒന്ന് ഗ്രീസൊക്കെ കൊടുത്ത് റെഡിയാക്കി എടുക്കാം. പിന്നെ നമുക്ക് അതിൻ്റെ സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് മോട്ടറിൻ്റെ ആണ്. മോട്ടർ കാർബണൊക്കെ തീർന്നാനാണ്. അപ്പോൾ സെൽഫ് മോട്ടറൊന്ന് സർവീസ് ചെയ്ത് കയറ്റേണ്ടി വരും. സെൽഫ് കാർബണൊക്കെ മാറ്റി സെറ്റ് ചെയ്ത് വരുമ്പോൾ ഏകദേശം ഒരു 500 രൂപ നമുക്ക് ചിലവുണ്ട്. അതായത് സർവീസ് ചാർജും കാർബണിൻ്റെ എല്ലാത്തിൻ്റെയും കൂടിയിട്ടാണ്. അപ്പോൾ അത് ആ രീതിയിലിടാം. എഞ്ചിൻ ഓയിൽ ലെവൽ ഒരല്പം കുറവുണ്ട്, അത് നമുക്കൊന്ന് ടോപ്പ് ചെയ്തിടാം. ഓയിൽ വലിയ കുഴപ്പമില്ല. പ്ലഗ് ആയാലും പുതിയ പ്ലഗ് കിടക്കണം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേസൊക്കെ ചെക്ക് ചെയ്തു. ബ്രേക്ക് പാഡൊക്കെ പുതിയ പാഡാണ് കിടക്കണം, വലിയ പഴക്കമായിട്ടില്ല. ഏകദേശം ഒരു പകുതിയോടടുത്ത് ആയിക്കൊണ്ടിരിക്കണം. കംപ്ലൈൻ്റ് ഒന്നും പറയാറായിട്ടൊന്നുമില്ല. അപ്പോൾ അത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. അതേപോലെ തന്നെ ബ്രേക്ക് ഫ്ലൂയിഡൊക്കെ ചെക്ക് ചെയ്തു. ബ്രേക്ക് ഫ്ലൂയിഡൊക്കെ ഉണ്ട്. ആക്സിലേറ്റർ കേബിൾ, ക്ലച്ച് കേബിളൊക്കെ ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ട് വീൽ ബെയറിംഗ് ചെക്ക് ചെയ്ത് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഫ്രണ്ട് ഫോർക്കിൻ്റെ ആക്ഷൻ, ബാക്ക് മോണോഷോക്കിൻ്റെ ആക്ഷൻ, അതൊക്കെ ഓക്കെയാണ് കേട്ടോ. അല്ലെങ്കിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ജനറലായിട്ട് സർവീസ് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ ഓയിൽ ടോപ്പ് ചെയ്യാനുണ്ട്. സെൽഫ് മോട്ടർ അഴിച്ചൊന്ന് റീസെറ്റ് ചെയ്തെടുക്കാനുണ്ട്. സെൽഫ് മോട്ടർ സർവീസ് ചെയ്യാനുണ്ട്. അപ്പോൾ അത്രയാണ് മെയിനായിട്ട് തന്നെ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം. ഏകദേശം നമുക്കൊരു 1 മണിക്കുള്ളിലൊക്കെ വർക്ക് കംപ്ലീറ്റ് ആവുന്നു കേട്ടോ.